ഇപ്പൊ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ വാശിക്കും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടാണ് പല വീട്ടിലും പല കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചി തന്റെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ വിളിക്കാനായിട്ട് ഓട്ടോ വിളിച്ച് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം നോർമലി സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ ചേച്ചി ഓട്ടോ വിളിക്കാൻ നിൽക്കുന്നത്, കുഞ്ഞിന് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ, അതോ ഇന്ന് ബസ്സില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, രാവിലെ സ്കൂൾ ബസ്സിന് പോകും, വൈകിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ ചെന്നാലേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ വിളിക്കാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവള് സ്കൂളിൽ പോവില്ല. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോകത്തില്ല എന്ന് പേടിച്ചിട്ട് ഡെയിലി പോയി വിളിച്ചോണ്ട് വരികയാണ്. ഇത് എത്ര നാള് തുടരാൻ പറ്റും? സ്കൂൾ ബസ്സിന് പൈസ കൊടുക്കണം, അതുപോലെ തന്നെ ഓട്ടോ വിളിച്ച് പോകുന്നതിനും പൈസ കൊടുക്കണം. 100-150 രൂപ ദിവസം ഓട്ടോ കൂലി ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ വാശി നമ്മൾ അനുവദിച്ചു കൊടുത്തോണ്ട് ഇരിക്കും തോറും മുന്നോട്ട് ഏത് രീതിയിലാണ് ഇത് പോകുന്നത്? ഇപ്പം ഈ ഒരു ചെറിയ കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ലല്ലോ അപ്പൊ വാശി കാണിക്കുന്നത്. ഓൾറെഡി അവർക്ക് മനസ്സിലായി ഞാൻ വാശി പിടിച്ചാൽ എന്തും നടക്കും എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില പേരൻസ് സഹി കെട്ടിട്ടാണ്, അതായത് അവർക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്ന് അറിയാതെ അതിനകത്ത് പെട്ടു പോകുന്നതാണ്. ചില പേരൻസ് ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്, ഓ ഞങ്ങളുടെ കൊച്ചാണെങ്കിൽ ഭയങ്കര വാശിയാണ് കേട്ടോ, ഇന്നലെ ആണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് ഇത് പറഞ്ഞ് മേടിപ്പിച്ചു, കരഞ്ഞ് മേടിപ്പിച്ചു, എടുത്ത് മേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തോ ഒരു അഭിമാനം പോലെയാണ് പറയുന്നത്. ഇതൊക്കെ കുഞ്ഞിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം കുഞ്ഞിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും വാശി പിടിക്കുന്നത്. പിന്നെ സ്കൂളിൽ പോകത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പല പിള്ളേരും 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ട സമയത്ത് 1ാം ക്ലാസ്സിൽ ചേർക്കാതിരിക്കുന്നു. 7-8 വയസ്സായിട്ടൊക്കെ സ്കൂളിൽ പോവാതിരിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മളൊന്ന് ശരിക്കും ഇറങ്ങി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ ഒരുപാട് വീടുകളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. കൃത്യമായി സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ഒരു കാര്യവും പഠിക്കത്തില്ല, പറയുന്ന അനുസരിക്കത്തില്ല, കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലേ തൊട്ടേ, ഇത് തുടങ്ങുമ്പോൾ തൊട്ടേ കൊച്ചു കുഞ്ഞല്ലേ, പാവമല്ലേ, ഇപ്പോഴേ അതിനെ വിഷമിപ്പിക്കണ്ട അല്ലെ കരയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കും. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കും തോറും ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾക്ക് വാശി കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാ പേരൻസും ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാശി പിടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സാധിച്ചു കൊടുക്കാൻ പാടില്ല. ആ വാശി പിടിക്കുന്ന കാര്യം ഈവൻ നമ്മൾ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നു എങ്കിൽ പോലും വാശി പിടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അതപ്പൊ ചെയ്തു കൊടുക്കാൻ പാടില്ല, അത് ഡിലേ ആക്കണം. അവരുടെ മനസ്സിലൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കണം, വാശി പിടിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പൊ പല വീടുകളിലും കാണുന്നുണ്ട്, പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ല, മാല പണയം വെക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ തല്ലിക്കൊല്ലുന്നു, അമ്മയെ തല്ലിക്കൊല്ലുന്നു. ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് ഇവരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചെറുതിലേ ഉള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ചെറിയതായിരിക്കും. കുറച്ചുകൂടെ വലുതാവും തോറും നമ്മുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല ആഗ്രഹങ്ങളും വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു, അവള് തിരിച്ച് അത് ഇഗ്നോർ ചെയ്യുകയാണല്ലേ, എനിക്ക് നിന്നോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊല്ലുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുന്ന, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാശി നമ്മൾ അംഗീകരിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ പിന്നെ അവർക്ക് റിജക്ഷൻ അല്ലെങ്കിൽ കിട്ടാതെ വരുന്നതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു കുഞ്ഞുങ്ങളെയും ഒരു പേരൻസും തള്ളിവിടരുത്. അവര് കരഞ്ഞോട്ടെ, നിലവിളിച്ചോട്ടെ, തറയെ കിടന്ന് ഉരുണ്ടോട്ടെ, ആഹാരം കഴിക്കാതിരുന്നോട്ടെ, എന്ത് വേണേലും ചെയ്തോട്ടെ, നമ്മൾ കുറേ സമയം മൈൻഡ് ചെയ്യാതിരിക്കുവാണെങ്കിൽ, നമ്മൾ ആ വഴിക്കോട്ടെ നോക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിർത്തിയിട്ടിങ്ങി വരും. എന്റെ മോൻ എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ച് കരയാണെങ്കിൽ ഞാൻ പറയും, മോനെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഏതെങ്കിലും ഒരു മുറിയിൽ പോയിരുന്ന് കരഞ്ഞോ, കരച്ചിലൊക്കെ കഴിയുമ്പോൾ ഇങ്ങ് പോരാന്ന് പറയും. പിന്നെ അവിടെ ഇരുന്ന് കരയുവാണെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് അങ്ങ് പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. നമ്മളാണ് അവരുടെ മാതാപിതാക്കൾ. നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഒരു നല്ല പൗരനായി വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അപ്പൊ നമ്മുടെ പാട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി നമുക്കുണ്ട്. ആ കാര്യം മറന്നു പോകരുത്. പല വീട്ടിലും കുട്ടികളാണോ പേരൻസ് എന്ന് തോന്നിപ്പോകും. അത്തരത്തിലുള്ള രീതിയിലാണ് പല കുഞ്ഞുങ്ങളുടെയും ബിഹേവിയർ, പല പേരൻസും അതിനെ എന്റർടൈൻ ചെയ്യുന്നത് കാണുന്നത്. അത് വളരെ ദോഷം ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് ഉത്തമ ബോധ്യം വേണം നമ്മളാണ് അവരുടെ പേരൻസ് എന്ന് കരുതി എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് യാതൊരു തരത്തിലും ഒരു ഫ്രീഡവും കൊടുക്കാതെ അവരെ റെസ്പെക്ട് ചെയ്യാതെ അങ്ങനെയൊന്നും അല്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളാൽ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ അറിയിച്ച് വളർത്തണം. അങ്ങനെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുക. അല്ലാതെ ഇവരുടെ വാശി അനുവദിച്ചു കൊടുത്തു എന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ അവർക്ക് പ്രത്യേകിച്ച് എന്തോ ഫേവർ ചെയ്യുന്ന പോലെ ഒന്നും അല്ല, നമ്മൾ അവർക്ക് ചെയ്യുന്നത് ദോഷം തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം എല്ലാ പേരൻസും മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എന്റെ പേര് ജൂബി സാം.